സാധാരണ UDF ഗവൺമെൻറ് പോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി അപ്പോൾ എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള സമീപനമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനില്ല. അത്തരം ഒരു സമീപനവും ശത്രുതാപരമായ സമീപനവും സ്വീകരിക്കുന്ന രീതിയുമില്ല. നമുക്കറിയണമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, തന്നെ തകർക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും എല്ലാം കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ മുന്നിൽ വന്നപ്പോഴും അദ്ദേഹം അതിന് തുനിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ നിലയിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സ്പീക്കറുടെ മുന്നിലേക്ക് വന്ന കാര്യത്തിൽ സ്പീക്കർ ചില വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ മാത്രമാണ്, അല്ലാതെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇവിടെ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട്, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു, പണം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതിനാണ് ശുപാർശ CBI അന്വേഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് VD സതീശൻ. അങ്ങനെയായിരുന്നില്ല അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്, സഹായം വാങ്ങിയിട്ടുണ്ട്, ലഞ്ച് മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് അവിടെ ഇത്തരത്തിലുള്ള സംഭാവനകൾ പിരിക്കുന്ന പരിപാടികൾ നടക്കുന്നത്. അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ ആ പണം കളക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് ചെക്കായി എത്തിച്ചിട്ടുണ്ട് എന്നെല്ലാം സതീശൻ ഒരു വശത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നിയമസഭയിൽ നമുക്ക് ഓർമ്മയുണ്ട്, നിയമസഭയിൽ VD സതീശൻ ആണയിട്ട് പറഞ്ഞൊരു കാര്യം, ബർമിംഗ്ഹാമിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാനാണ് എന്നെ ക്ഷണിച്ചത്. അവിടെയാണ് ഞാൻ നടത്തിയ പ്രസംഗമാണ്, ഞാൻ വിദേശ രാജ്യത്ത് പോയി 1 രൂപ പോലും പിരിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ VD സതീശൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ബർമിംഗ്ഹാമിൽ തന്നെ ഓരോ ടേബിളിന് ചുറ്റും ഇരിക്കുന്ന ആളുകൾ 500 പൗണ്ട് വെച്ച് തരണമെന്നും അങ്ങനെ തന്നുകൊണ്ട് ഇവിടെ സഹായം നൽകണമെന്നും പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ പറയുന്ന കാര്യത്തിൽ നിന്ന് തന്നെ ഈ അവ്യക്തത വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധികൾ ഉൾപ്പെടെ പറയേണ്ട കാര്യം, ശ്രീ VD സതീശൻ വിദേശത്ത് നിന്ന് പണം പിരിച്ചിട്ടുണ്ടോ, പണം പിരിക്കാൻ വേണ്ടി അഭ്യർത്ഥന നടത്തി പണം പിരിച്ചിട്ടുണ്ടോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാൻ നിയമപരമായി VD സതീശന് അവകാശവും അധികാരവും ഉണ്ടോ? അദ്ദേഹം നിയമസഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ അനുമതി വാങ്ങിയിട്ടല്ല ഇത്തരം വിദേശയാത്രകൾ നടത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും അനുമതി, ഇങ്ങനെ പണം കൊണ്ടുവരാനുള്ള അനുമതി, അദ്ദേഹത്തിന് FRCAയുടെ ഏതെങ്കിലും പ്രത്യേകമായ ലൈസൻസ് ഉണ്ടെങ്കിൽ UDFൻ്റെ പ്രതിനിധി വ്യക്തമാക്കേണ്ടതാണ്. അദ്ദേഹം 229 വീടുകൾ ഇങ്ങനെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആ ചർച്ച നേരത്തെ നടന്നപ്പോൾ തന്നെ നമ്മുടെ മാധ്യമ ചർച്ചകളിൽ തന്നെ അത് വെല്ലുവിളിയായി ഉയർന്നിരുന്നു. ആ വീടുകൾ എഴുത് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ വീടുകളെക്കുറിച്ച് അദ്ദേഹം പറയാനോ എവിടെയാണ് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല. ഇത് ഓഡിറ്റ് നടത്തണം എന്ന ആവശ്യമുയർന്നു വന്നപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് അല്ല, സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട്, പുനർജനിയുമായി ബന്ധപ്പെട്ട് നടത്താൻ അദ്ദേഹം വർഷങ്ങളായി തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് അദ്ദേഹം നടത്തിയില്ല? ശരി, താങ്കൾ പറയുന്നത് ഈ 11 വർഷം മുമ്പ് നമ്മൾ നേരത്തെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ശരിയായ റിപ്പോർട്ട് എന്ന് പറഞ്ഞ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? ഇതേ കാർത്തിക് APS തന്നെയാണ് അല്ലേ? അതിൻ്റെ ഒരു പേജാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഏതാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണ ശുപാർശ പറയുന്ന ആ കത്ത്? 4 മാസം മുമ്പ് അതേ കാർത്തിക് APS കൊടുത്ത അടുത്ത റിപ്പോർട്ടാണ് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തെളിവില്ലെന്ന റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് ആധികാരികമാവുകയും ഒരു റിപ്പോർട്ട് താങ്കൾ പറയുന്ന പോലെ ആധികാരികം അല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? 4 മാസം മുമ്പ് വന്ന റിപ്പോർട്ടാണോ, 1 വർഷം മുമ്പ് വന്ന റിപ്പോർട്ടാണോ അപ്ഡേറ്റഡ് റിപ്പോർട്ട് ശ്രീ SK സജീഷ്? അല്ല, അത് താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ഉത്തരമുണ്ട്. അതായത് ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വഴി പണം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അക്കൗണ്ട് വഴി പണം സ്വന്തം അക്കൗണ്ടിൽ വാങ്ങാൻ അദ്ദേഹം അത്ര മണ്ടനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മണപ്പാട്ട് ഫൗണ്ടേഷൻ മുഖേനയാണ് അദ്ദേഹം പണം വാങ്ങിയിട്ടുള്ളത്. ആ പണം വാങ്ങി എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം നിയമസഭയിൽ ബർമിംഗ്ഹാമിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, അത് പരിസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ യഥാർത്ഥ വീഡിയോ ഉൾപ്പെടെ പുറന്നു വന്നിട്ടുണ്ട്. FCRA നിയമം എന്നുള്ള സാങ്കേതിക പ്രശ്നമാണോ CPM ഉന്നയിക്കുന്നത്, അതോ പ്രതിപക്ഷ നേതാവ് അഴിമതി നടത്തിയെന്നാണോ SK സജീഷ്? എന്ന് പറഞ്ഞാൽ ആ പണം ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം അടിച്ചുമാറ്റി എന്ന ആരോപണം CPM-നുണ്ടോ? തീർച്ചയായും അദ്ദേഹം ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഏത് വിധേന ചെലവഴിച്ചു എന്നും 229 വീടിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ച അതാണ്. 229 വീടുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. ഇത്തരം ചർച്ചകളിലും ശ്രീ VD സതീശനുമെല്ലാം അത് വെളിപ്പെടുത്താം എന്നെല്ലാം പറഞ്ഞു. പിന്നീട് അത് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. എവിടെയാണ്, ആർക്കാണ് നിർമ്മിച്ചു കൊടുത്തതെന്നൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒന്നും കണക്കുകളോ മറ്റൊന്നുമില്ല.
അല്ല, കണക്കുകളുണ്ട്. സതീശൻ വെല്ലുവിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ഓഡിറ്റിംഗിന് വിധേയമാക്കും ഇതെല്ലാം എന്നാണ്. കണക്കുകൾ പൊതുസമക്ഷമില്ലായിരിക്കും. വിധേയമാക്കുമെന്നാണ്. ഗവൺമെന്റ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പറയട്ടെ. സർക്കാരിന്റെ അതേ വിജിലൻസ് പറയുകയാണ്, അഴിമതി നിരോധന നിയമപ്രകാരം സെക്ഷൻ 7(7)(a) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തത് കണ്ടെത്തിയിട്ടില്ല എന്ന് സർക്കാർ വിജിലൻസ് തന്നെ പറയല്ലേ? പിന്നെയും CPM എന്തുകൊണ്ടാണ് സർക്കാർ പ്രതിപക്ഷ അഴിമതി കാട്ടിയെന്ന സംശയം? അതായത് താങ്കൾ നേരത്തെ സ്പെസിഫിക് ആയി ഉന്നയിച്ച സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ പറഞ്ഞ കാര്യം. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന CBI ശുപാർശ എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ, അദ്ദേഹം ആ പണം അദ്ദേഹം നേരിട്ടാണോ കൈകാര്യം ചെയ്തത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമാണ് അതിൽ വരുന്നത്. അല്ല സാർ, എന്നാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ല, താങ്കൾ പറഞ്ഞ സാങ്കേതികത്വമാണ് എന്ന് പറഞ്ഞാൽ FCR ആണ്. FCRയും അഴിമതിയും രണ്ടാണ്. FCR സാങ്കേതിക പ്രശ്നമാണ്, അത് നമുക്ക് ഉറപ്പായി ചർച്ച ചെയ്യാം. അതിനേക്കാൾ പ്രധാനം സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാവോ അഴിമതി നടത്തിയെന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണല്ലോ അത്. എന്ന് പറഞ്ഞാൽ വീട് വാങ്ങാൻ എന്ന് പണം വാങ്ങി പുട്ടടിച്ചു എന്നാണല്ലോ അതിനർത്ഥം. പുട്ടടിച്ചിട്ടില്ലെന്ന് പറയുന്നത് വിജിലൻസ് ആണ്. അങ്ങനെ അഴിമതി പ്രകാരമുള്ള ഒന്നും കണ്ടെത്തിയിട്ട് ഇപ്പോൾ സ്പീക്കറുടെ ചോദ്യത്തിനാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനാവട്ടെ ആരായാലും അന്വേഷിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് റിപ്പോർട്ടാണല്ലോ, സംസ്ഥാനത്തെ ആധികാരികമായ അഴിമതി വിരുദ്ധ ഏജൻസി അല്ലേ? ആ ഏജൻസി പറയുകയാണ് ഈ പ്രതിപക്ഷ അഴിമതി നടത്തിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് പിന്നെ ആരോപിക്കാൻ പറ്റുക? അത് വിജിലൻസിന്റെ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം, വിജിലൻസിന്റെ വിവിധ രീതിയിലുള്ള അന്വേഷണമുണ്ട്. രഹസ്യാന്വേഷണമുണ്ട്, രേഖകൾ പരിശോധിക്കലുണ്ട്, പ്രിലിമിനറി എൻക്വയറി ഉണ്ട്, അതുപോലെ തന്നെ അന്വേഷണമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന റിപ്പോർട്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്. UDFന്റെ പ്രതിനിധി ഉൾപ്പെടെ, കോൺഗ്രസ്സുകാരുൾപ്പെടെ, ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട പ്രശ്നം എന്താണ്? വി ഡി സതീശൻ വിദേശത്ത് പോയി പണം സ്വീകരിച്ചിട്ടുണ്ടോ, പണം പിരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ആ ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി ഇല്ല. പിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പ്രളയവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ മന്ത്രിതല സംഘത്തിന് പോലും വിദേശ സഹായം നേടാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ വി ഡി സതീശന് പ്രത്യേക അനുമതി കിട്ടിയിട്ടുണ്ടോ? കിട്ടാതെയാണോ അദ്ദേഹം പണം പിരിച്ചത്? അദ്ദേഹം ഈ പറഞ്ഞ പുനർജനിയിലേക്ക് അദ്ദേഹം പണം കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹം 200 ചില്ലാണം വീട് നിർമ്മിച്ചു എന്ന് പറയുന്നു. ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. FCRA നിയമം ലംഘിച്ച് വിദേശത്ത് പോയി പണം പിരിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായ അനുമതി ഉണ്ടോ? അദ്ദേഹം നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഉൾപ്പെടെയുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സംസ്ഥാന മന്ത്രിമാർക്ക് പോലും ലഭിക്കുന്നില്ലല്ലോ. അദ്ദേഹം ഒരു MLA മാത്രമാണല്ലോ. പുനർജനിയുടെ വരവ് ചെലവ് കണക്കുകൾ വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ. എത്ര കാലമായി, വർഷങ്ങളായി ഏതെങ്കിലും കണക്ക് അദ്ദേഹം വെളിപ്പെടുത്തി? പക്ഷേ അഴിമതി നടത്തിയെന്ന് വിജിലൻസ് അന്വേഷിക്കില്ല. സതീഷ്, താങ്കൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പൊതുസമക്ഷം നമുക്ക് വസ്തുതയോട് ചോദിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് താങ്കൾ ഇപ്പോൾ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കോൺഗ്രസിനോട് ചോദിക്കാം, കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. അത് ഇഷ്ടപ്പെടുത്തോടെ നടക്കാം. പക്ഷേ അന്വേഷണ ഏജൻസി എന്നുള്ള നിലയ്ക്ക് വിജിലൻസ് അന്വേഷണം ഉണ്ടാവില്ലേ? അന്വേഷണ ശേഷം അഴിമതി കണ്ടെത്തിയിട്ടില്ല എന്ന് വിജിലൻസ് പറയുന്നത്. ഞാൻ തർക്കത്തിനില്ല. അതിനെ അവിശ്വസിക്കുന്നത് എന്തിനാണ്? സർക്കാർ ഏജൻസി അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ പറയട്ടെ, വിജിലൻസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിട്ടില്ല. ഉണ്ട്. നിയമവിരുദ്ധമായി പണം കൊണ്ടുവരികയും ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കാൻ വിജിലൻസിന് കഴിയില്ല. അത് രാജ്യത്തിനപ്പുറത്തുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.